അറിവ് നേടാം ആകാശവാണി വാർത്തകൾക്കൊപ്പം. ജനുവരി 15 മുതൽ എല്ലാ ദിവസവും ഒരു ചോദ്യവുമായി ഞങ്ങളെത്തുന്നു നിങ്ങളിലേക്ക്. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5-ന് ചോദ്യം പോസ്റ്റ് ചെയ്യും. അറിവിന്റെ ഈ യാത്രയിൽ പങ്കാളികളാകാൻ എല്ലാ ശ്രോതാക്കളെയും ക്ഷണിക്കുന്നു. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ നിരീക്ഷണത്തിലെ രാജ്യത്തിന്റെ പുരോഗതി ദുരന്ത പ്രതികരണ മേഖലയെ ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമലയിൽ മകരവിളക്ക് ദർശന സുഹൃതം നേടി തീർത്ഥാടക ലക്ഷങ്ങൾ. മഹാകുംഭമേളയിൽ ഇന്ന് പുണ്യസ്നാനം നടത്തിയത് 3.5 കോടിയിലേറെ പേർ. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം. മലയാളി യുവാവിന്റെ മരണം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മഞ്ഞൾ കൃഷി രംഗത്തെ ആഗോള പ്രോത്സാഹനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥാപിച്ച് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ നിരീക്ഷണത്തിലെ രാജ്യത്തിന്റെ പുരോഗതി ദുരന്ത പ്രതികരണ മേഖലയെ ശക്തിപ്പെടുത്തിയതായും ലോകത്തിന് മുഴുവൻ പ്രയോജനപ്രദമാകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 90% ജനതയ്ക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. IMD ने इन 150 वर्षों में न केवल करोड़ों भारतीयों की सेवा की है, बल्कि भारत की वैज्ञानिक यात्रा का भी प्रतीक बना है. इन उपलब्धियों पर आज डाक टिकट और विशेष कॉइन भी रिलीज किया गया है. 2047 में तब भारतीय मौसम विभाग का स्वरूप क्या होगा, इसके लिए विजन डॉक्यूमेंट भी जारी हुआ है. കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനത്തെ സ്മാർട്ടാക്കാനും ഭാവിയിലേക്ക് സജ്ജമാക്കാനുമാണ് മിഷൻ മൌസം ആരംഭിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. IMDയുടെ 150 വർഷത്തെ യാത്രയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ സേവിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയുടെ പ്രതീകമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ മകരവിളക്ക് ദർശന സുഹൃതം നേടി തീർത്ഥാടക ലക്ഷങ്ങൾ. മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണ വിഭൂഷിതനായ അയ്യന്റെ മഹാദീപാരാധനയും നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരസംക്രമ സന്ധ്യയിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യന്റെ മഹാദീപാരാധനയും മകരവിളക്ക് ദീപക്കാഴ്ചയും നടന്നു. അയ്യന്റെ പൂങ്കാവനത്തിൽ നിന്നും പുണ്യനാളിന്റെ ദർശന സുഹൃതം നേടി മകരവിളക്ക് കണ്ടുതൊഴാൻ ഏതാണ്ട് 18 മലകളിലുമായി 3.5 ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. കാനനപാതകൾ താണ്ടി ശരംകുത്തിയിലെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ അവിടെ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിച്ചു. പ്രധാന പേടകത്തെ തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലെത്തിച്ച് ശബരീശനെ അണിയിച്ചാണ് മഹാദീപാരാധന നടത്തിയത്. തുടർന്ന് ശ്രീകോവിൽ നട തുറന്നപ്പോൾ ശ്രീകൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നതോടെ ആകാശത്ത് മകരനക്ഷത്രവും പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരവിളക്ക് ദീപക്കാഴ്ചയും തെളിഞ്ഞു. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന മകരസംക്രാന്തി അമൃത സ്നാനത്തിൽ 3.5 കോടി തീർത്ഥാടകർ പങ്കെടുത്തു. ദശലക്ഷക്കണക്കിന് ഭക്തരും സന്യാസിമാരും അമൃത സ്നാനത്തിൽ പങ്കെടുക്കുന്നു. രാവിലെ നടന്ന ഗംഗാ ആരതിയിലും നിരവധി പേർ പങ്കുചേർന്നു. മകരസംക്രാന്തി ഉത്സവത്തോടനുബന്ധിച്ച് മഹാകുംഭത്തിലെ ആദ്യ അമൃത സ്നാനത്തിൽ പങ്കെടുത്തവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ നേർക്കാഴ്ചകൾ പങ്കുവച്ച അദ്ദേഹം കുംഭമേള ഭക്തിയുടെയും ആത്മീയതയുടെയും യഥാർത്ഥ പ്രതിഫലനമാണെന്ന് പറഞ്ഞു. ദേശീയ മഞ്ഞൾ ബോർഡ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. മഞ്ഞൾ കർഷകരുടെ ക്ഷേമത്തിലും മികച്ച മഞ്ഞൾ ഇനങ്ങൾ വികസിപ്പിക്കുന്നതിലും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലും ബോർഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിലെ കർഷകരാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നതെന്നും ലോകത്തിലെ മഞ്ഞളിന്റെ 70% ഇന്ത്യയിലാണ് കൃഷി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥാപിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. മഞ്ഞൾ ഉൽപാദനത്തിൽ നൂതനാശയങ്ങൾ, ആഗോള പ്രോത്സാഹനം, മൂല്യവർദ്ധനവ് എന്നിവയ്ക്ക് മികച്ച അവസരങ്ങൾ ഈ ബോർഡ് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡൽഹിയിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പുനർവികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്.
യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് റെയിൽവേ സ്റ്റേഷനുകളുടെ സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഡൽഹിക്കുള്ള റെയിൽവേ ബജറ്റ് വിഹിതത്തിൽ 27 മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം. മലയാളിയായ ബിനിലിന്റെ മരണം സംബന്ധിച്ചും റഷ്യൻ അധികൃതരുമായും ഇന്ത്യയിലെ റഷ്യൻ എംബസി അധികൃതരുമായും മന്ത്രാലയം ചർച്ച നടത്തി. ബിനിലിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നതായും ഒരാൾ പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കുകയും വ്യത്യസ്ത പഠന വെല്ലുവിളികൾ നേരിടുന്ന പഠിതാക്കളെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം കുസാറ്റിൽ തുടങ്ങിയ ദ്വിദിന രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വദേശ വിദ്യാർത്ഥികൾക്കൊപ്പം വിദേശ വിദ്യാർത്ഥികളെയും മികച്ച സൌകര്യങ്ങളും കോഴ്സുകളും നൽകി കേരളത്തിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കി അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകാൻ തീരുമാനം. ഇതിനായി 2 സമിതികൾ രൂപീകരിച്ചു. പ്രാദേശികതല സമിതി, സംസ്ഥാനതല സമിതി എന്നിങ്ങനെയാണ് സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. കാണാതായവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR വിശദാംശങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. അഭിനേത്രി ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശത്തിൽ ദ്വയാർത്ഥമില്ല എന്ന് പറയാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അനുഭവസമ്പന്നരായ വിമുക്ത ഭടന്മാർ വീരന്മാരും ദേശസ്നേഹത്തിന്റെ ശാശ്വത പ്രതീകങ്ങളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സായുധ സേനാ വെറ്ററൻസ് ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച ധീരരായ സൈനികർക്ക് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. അവരുടെ ത്യാഗവും ധൈര്യവും പ്രതിബദ്ധതയും മാതൃകാപരമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ഭീകരരിൽ നിന്ന് സംരക്ഷിക്കാനാണ് സൈനികർ ജീവൻ ത്യജിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് അധീന കശ്മീരില്ലാതെ ജമ്മു കശ്മീർ അപൂർണമാണെന്നും പാക് അധീന കശ്മീരിലെ ജനങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുവിലെ അഖ്നൂരിൽ വിമുക്ത ഭടന്മാരുടെ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. മേഖലയിലെ പാക് നിയന്ത്രണ ലോഞ്ചിംഗ് പാഡുകളിൽ ഇന്ത്യ കൃത്യസമയത്ത് നടപടിയെടുക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. आतंकवाद का खतरनाक कारोबार चलाने में किया जा रहा है. यह बात आज मैं खुलकर कहना चाहता हूं. वहां आज भी आतंकवादियों के लिए ट्रेनिंग कैंप चलाए जा रहे हैं. सीमा से सटे हुए इलाकों में लॉन्च पैड बने हुए हैं. इसकी पक्की जानकारी है. भारत सरकार को सब पता चल रहा है. पाकिस्तान को इनको खत्म करना ही होगा, नहीं तो ... ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടുന്നു. ഗുവാഹത്തി ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പശ്ചിമബംഗാൾ, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകാശ്മീരിലും അതിശൈത്യം തുടരുകയാണ്. പ്രദേശത്ത് മറ്റന്നാൾ വരെ മഞ്ഞ് വീഴ്ച തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും ഇതിന്റെ ഫലമായി തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, കേരളം, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്നുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ 6 സൈനികർക്ക് പരിക്കേറ്റു. പതിവ് പട്രോളിംഗിനിടെ സൈനിക സംഘം അബദ്ധത്തിൽ കുഴിബോംബിൽ ചവിട്ടിയതിനെ തുടർന്നാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ രജൌരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കുകൾ നിസ്സാരമാണെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ 3.25 കോടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദേശ വിദ്യാർത്ഥികളുടെ ശ്രദ്ധേയമായ എണ്ണം രജിസ്ട്രേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ആഗോളതലത്തിൽ പരിപാടിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. 2024 ഡിസംബർ 14 ആരംഭിച്ച രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. താൽപര്യമുള്ളവർക്ക് സമയപരിധിക്ക് മുൻപ് mygov.in രജിസ്റ്റർ ചെയ്യാം. പരിപാടിയിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ പരിഹരിക്കുകയും ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ സമീപിക്കുന്നതിനുള്ള പ്രായോഗിക നുറുങ്ങുകൾ നൽകുകയും ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ നിരീക്ഷണത്തിലെ രാജ്യത്തിന്റെ പുരോഗതി ദുരന്ത പ്രതികരണ മേഖലയെ ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ശബരിമലയിൽ മകരവിളക്ക് ദർശന സുഹൃതം നേടി തീർത്ഥാടക ലക്ഷങ്ങൾ. മഹാകുംഭമേളയിൽ ഇന്ന് പുണ്യസ്നാനം നടത്തിയത് 3.5 കോടിയിലേറെ പേർ. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം. മലയാളി യുവാവിന്റെ മരണം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മഞ്ഞൾ കൃഷി രംഗത്തെ ആഗോള പ്രോത്സാഹനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥാപിച്ച് കേന്ദ്ര സർക്കാർ. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.